ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്നറിയാം, നമ്മൾ പെറ്റ് സ്റ്റേഷൻ്റെ നൈറ്റ് വ്യൂ. നമ്മൾ കുറേ 2-3 പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഏതായാലും നൈറ്റ് വ്യൂ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്, നമ്മളെ പൊട്ടാറ്റോൻ്റെ ഇവരെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഡോഗിനെ വിടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് കറക്റ്റ് നമ്മൾ ആ ദിവസം തന്നെ വീഡിയോ എടുക്കാനും വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ജാക്ക് ഇവിടെ ഉണ്ട്. ജാക്കിനെ മാത്രമേ ഇവിടെ ഇവരൊക്കെ കളിക്കാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. വാടാ ഐ ബേബി, ഗുഡ് ബൈ. കേൾക്കണുണ്ട്, രാത്രി എല്ലാ ഡോഗ്സിനെയും തുറന്നു വിടും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ജാക്കാണ് ഇവിടെ. അയ്യടാ, നമ്മൾ ലൈറ്റ് ഇടാണ്ടാന്ന് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ തീരെ ലൈറ്റ് കിട്ടാത്തടത്ത് നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടോ അല്ലെങ്കിൽ പിന്നെ ടോർച്ച് കത്തിച്ചിട്ടോ സംഭവം കാണാം. അല്ലെങ്കിൽ പിന്നെ ഒരു നൈറ്റ് വീഡിയോ ആവില്ലല്ലോ. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഒന്ന് ക്ഷമിക്കണം. അതേപോലെ എന്നാൽ പിന്നെ നമുക്ക് നല്ല കയറിയാലോ. ബാ, ഇതെല്ലാം ഈ ഫിൽട്രേഷനും കാര്യങ്ങളെല്ലാം എപ്പോൾ നൈറ്റിലെല്ലാം ആക്റ്റീവ് ആയിരിക്കേ. സൗണ്ടും കാര്യങ്ങളെല്ലാം കണ്ടോ. മീനെല്ലാം അതുപോലെ താഴെ ഇങ്ങനെ ഉറങ്ങുന്ന നോക്കിയേ. ആ, അവനെല്ലായിടത്തും ഇതേമാതിരി ഇങ്ങനെ വരും കേട്ടോ. സാധാരണ നമ്മുടെ റൂബിയോ അല്ലെങ്കിൽ റാമോസോ പുറത്തുണ്ടാവും. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവരുടെ ഉണ്ടാവും, നമ്മുടെ പൂപ്പിയും അതിൻ്റെ കൂടെ റാമോസോ റൂബിയോ ഏതെങ്കിലും ഒരാളിങ്ങനെ മാറ്റി മാറ്റിയേ വിടില്ല. രണ്ട് സ്ഥലത്തും വന്ന് നിൽക്കുന്നുണ്ടോ, വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഓരോ സ്ഥലത്തും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ രാത്രി ആകുമ്പോൾ ഗേറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യുക. നമ്മളിവിടെ എല്ലാത്തിലും ഗേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ അവിടെ വന്ന് ലോക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡോഗ്സിനെ വിടുന്നത്. അവിടെ ഇക്കട എല്ലാവരും കൂടി ഇങ്ങനെ കളിച്ച് എന്ത് ചെയ്യുക. ഏയ് നോ, വെയിറ്റ്. ഇപ്പോൾ പുറത്ത് പണിക്കാറുണ്ട്, നിങ്ങൾ പോകാൻ കഴിയില്ല കേട്ടോ. ആ, നല്ല മോനാണ്. ആ, വാ. ഇവൻ്റെ നമ്മളെ പൂപ്പിൻ്റെ പ്രശ്നം എന്താ അറിയോ, എല്ലാവരും പോയിട്ട് ചൊറിഞ്ഞിട്ട് നോ ഡാ പോയി. ആ, അത് നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങി. അതുകൊണ്ട് ക്ലിപ്പവിടെ കുറച്ച് ലാഗായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തതാണേ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് കാണാം. ഇതുണ്ടാ നമ്മളെ റാമോസ് റൂബി ഇവിടെ തന്നെ ഉണ്ടാവേ. അപ്പോൾ പിന്നെ നമുക്ക് അകത്തോട്ട് കയറാം. വാ ഡാ കയറി ഇങ്ങോട്ടോ, പുറത്തേക്ക് ഇറങ്ങരുത്. വാ മക്കളെ വാ. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടാളി കൂട്ടി കയറിയിട്ടില്ലെങ്കിൽ നടക്കൂല. അപ്പോൾ മൂന്നാളി ഈ രണ്ട് ചെറുത് ഇടുന്നോട്ടല്ലേ, ബാക്കിയിൽ രണ്ടാളെ നമുക്ക് കൂട്ടിക്കയറ്റാം, അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇതിൻ്റെ മേലെ ഇരുത്താൻ വേണ്ടി ട്രെയിൻ ചെയ്തിരുന്നത് നല്ല രസമാണ്. ഇതിൻ്റെ മേലിൽ കയറാൻ പറഞ്ഞാൽ കയറും. റാമോസ് റൂബി രണ്ടാളുടെ മേൽ കയറി വാ. ഗുഡ് ബോയ് റാമോസ്, കയറി റാമോസ് എടുത്തു. ഓ, റാമോസ് ഒന്നുമില്ല. ബാ റാമോസ് കയറി. ഗുഡ് ബോയ്. നല്ല പൊന്നു മക്കളാണേ, അടിപൊളിയാണ്. ആ ഡാ റാമോസ്, അവിടെ പൂപ്പിൻ്റെ അല്ല നമ്മുടെ കിവിൻ്റെ സ്മെല്ലടിക്കണ്ടോ, അതിങ്ങനെ നോക്കുന്നു. ആ മതി ചവിട്ടി കയറ്റിയാലോ. കയറി ബാ. ഏയ് റാമോസ് കയറി. ഗുഡ് ബോയ്, കയറി ബാ. ഇതെല്ലാം ഫുള്ളി ഇരുട്ടാണ്. എടാ ഫ്ലാഷ് ഓൺ ആയിക്കോ. ആ ഓക്കെ, ബാ. റൂബി ഗരൻ. ഓ റൂബി, ഓ സോറി, കൂട് മാറിപ്പോയി. റാമോസ് ഗരൻ. ഗുഡ് ബോയ്, ബാ ഗരൻ. ഗുഡ് ബോയ്. നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. അതാണേ, ഇങ്ങനെ എടുത്ത് നിൽക്ക്. ഓക്കെ, ആ നിങ്ങൾ ഇങ്ങനെ നടന്ന് കളിച്ചോ, പ്രശ്നമൊന്നുമില്ല. അവിടെ മീർക്കാറ്റെല്ലാം ഉറങ്ങിയ മീർക്കാറ്റിൽ രാത്രി ഈ മാളത്തിൻ്റെ അകത്തുണ്ടാകും കേട്ടോ. ആ കൂടുതൽ നമുക്കൊന്ന് കാണിച്ചാൽ ഇതിൻ്റെ അകത്ത് പോയിട്ടുണ്ടാകും, ആരും പുറത്തേക്ക് കാണുമല്ലോ രാത്രി. അതുപോലെ നമ്മളെ മൗഗ്ലിയിൽ ചുരുണ്ട് കൂടിയ പൊത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടാവും. പൊത്തിൻ്റെ അകത്തുണ്ടാവും, ആരും രാത്രി പുറത്തുണ്ടാവില്ല കേട്ടോ. ഇതേപോലെ നമ്മൾ സൗകര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ആരും പുറത്ത് കാണില്ല. അതുപോലെ നമ്മൾ കൊയ്പ്പൂനൊക്കെ ഉണ്ടായി. കൊയ്പ്പൂന് നല്ല രസമാണ്. ബാ ഓൺ ചെയ്തോ, അത് കാണൂലല്ലോ. അല്ലെങ്കിൽ എല്ലാവരും അതിൻ്റെ മേലെ മതി നിൽക്കേണ്ടത്. കേട്ടാ, അതിൻ്റെ മേലെ
ഒരേപോലെ എല്ലാം റൗണ്ട് ചെയ്ത് നിൽക്കുക. മക്കളെ ചുറ്റും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. താഴത്തും ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലും കാണിച്ചാൽ അതാ. ഓക്കെ, അപ്പോൾ ഇതാണ് കൊയ്പ്പൂൻ്റെ സെറ്റപ്പ്. ചില സമയത്ത് വെള്ളത്തിൻ്റെ താഴത്തുണ്ടാവും. പാൽ കുടിക്കുന്നുണ്ടാവും, കൊയ്പ്പ് പാൽ കുടിക്കുന്നുണ്ടാവും. കാണിച്ചത് മീൻ കുഞ്ഞു. ഓക്കെ, ഇതിൻ്റെ പിന്നെ വെള്ളത്തിൻ്റെ പരിപാടിയിൽ രാത്രി ഓഫ് ചെയ്തിട്ടുണ്ടാകുന്നേ. അപ്പോൾ ഇനി ഇങ്ങനെ വന്ന് അതുപോലെ നമ്മുടെ സൽക്കട്ടനെ രാത്രി മറ്റേ UV ഇട്ടിട്ട് തന്നെ നിർത്തിക്കും. സൽക്കട്ട അത്യാവശ്യം ഇപ്പോൾ നല്ല രീതിയിൽ പിന്നെ ഗ്രോത്ത് ആയിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. ഇനി നമുക്ക് കാണാൻ വേണ്ടി പോകുന്നതാണ് ശരിയായ നൊക്ടേണൽ ആനിമൽസിന് കേട്ടോ. നമ്മുടെ ഫോക്സ്, അതുപോലെ പിന്നെ ഗ്രേറ്റർ ഗലാഗോ ബുഷ് ബേബി, പിന്നെന്താ സ്കങ്ക്, ഇവരൊക്കെ ഉണ്ട്. നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യണ്ടേ മിസർ? അല്ലെങ്കിൽ കാണുന്നില്ലല്ലോ. ഇല്ലല്ലോ, അതുകൊണ്ട് ലൈറ്റ് ഞാൻ തന്നെ പിടിക്കാം. ഓക്കെ, നമ്മുടെ ഇഗ്വാനനെ കണ്ട? ഇഗ്വാനൽ രാത്രി ഉറങ്ങുന്ന സ്റ്റൈലുണ്ടോ? എല്ലാവരും കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങുന്നതാ കണ്ടാ? ഓക്കെ, നല്ല രീതിയിൽ എല്ലാവരും ഉറങ്ങുന്നുണ്ട് ഓരോ ഭാഗത്തായിട്ട്. അത് അവിടെ ഉള്ളതാ, കാണുന്നില്ലേ? ഓക്കെ, ഇവന്മാരാണ് രാത്രി ശരിക്കും ആക്റ്റീവായിട്ടുണ്ടാവും. അതാ കണ്ട, ഇവൻ രാവിലെ ഇങ്ങനെ നോക്കിയാൽ ഓടുന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ കറക്റ്റ് അതാ കാണുന്നു കണ്ടാ. ശരിയായ കുറുക്കൻ. ചെറിയൊരു ഇത് കൊടുത്താലോ? ഫുഡൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ. നൈറ്റിൽ ഇതുപോലെ രാത്രി ഫുഡ് കഴിക്കുന്ന ആനിമൽസിന് മാത്രം, നക്ടോണൽ ആനിമൽസിന് മാത്രം നമ്മളിങ്ങനെ നൈറ്റിൽ ഫുഡ് വെച്ച് കൊടുക്കാം കേട്ടോ. ബാക്കി എല്ലാത്തിൻ്റെ ഫുഡും നമ്മളെടുത്ത് ഒഴിവാക്കും. പക്ഷേ ഇവർ രാത്രി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവർക്ക് മാത്രം നമ്മൾ രാത്രി ഫുഡ് വെച്ച് കൊടുക്കും. അതുപോലെ പെട്ടെന്ന് മോശമായി പോകുന്ന ഫുഡൊന്നും വെച്ച് കൊടുക്കൂലേ. പെട്ടെന്ന് എന്താ പറയുക, കുറേ നേരം ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഫുഡ് മാത്രമേ വെച്ച് കൊടുക്കുള്ളൂ. എടാ മിസറെ, നിന്നെ എപ്പോൾ വീഡിയോയിൽ കമൻറ്റ് വരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിന്, മറ്റേ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ മിസർ പല കാര്യങ്ങളും ശ്രദ്ധിക്കട്ടെ, അതുകൊണ്ടാണ് ക്യാമറമാനെ അടിച്ച് ഓടിക്കുമെന്ന് മറ്റേ കമൻറ്റ് ഉണ്ട്. ഇനി ഒന്നും വായിക്കല്ലേ. ഓക്കെ, ഇത് നമ്മുടെ സ്കങ്കൂട്ടൻ. സ്കങ്കിനെല്ലാം എന്ത് ഷൈനിങ് നോക്കിയാൽ രാത്രി ഇതൊക്കെ. ആടെ നായനെ അങ്ങോട്ടാക്ക്. ഇവനാ മറ്റേ ലാസ്റ്റ് സ്റ്റിങ് ചെയ്തതിനും കണ്ടല്ല, പണിയാവും. ഇത് രസം നോക്കിയേ. ഓ ബേബി, നീ ഒരു കാര്യം ചെയ്യാം, രണ്ടിനും കൂട്ടിലാക്കിയേ. നമുക്ക് അല്ലെങ്കിൽ ഉണ്ടല്ലോ ധൈര്യത്തിൽ തുറക്കാനില്ല. ഇതായിട്ട് സ്റ്റിങ് ചെയ്തതിന് പണിയാവും. രണ്ടാളും എടുത്തോണ്ട് പോയിട്ടോ. രണ്ടാളും എടുത്തില്ലേ? ഓക്കെ, എടാ ഇതിന് ഒരു ഫുഡ് ഓട്ടെ ഇത് കൊടുത്തു നോക്കല്ല. സ്കങ്കിനെ നല്ല കുളിപ്പിച്ച് കുട്ടപ്പനാക്കുന്ന വീഡിയോയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പകലിലെ വീഡിയോയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇനിയൊന്നും ആഡ് ചെയ്യാമെന്നൊന്നും പറയുന്നില്ല അല്ലേ. ചെയ്യാമെന്ന് പറയലില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ഉണ്ട്. ഇത് രസമാണ് നോക്കിയേ. ഇവിടുന്നാണ് ഇവർ അവരെ പിന്നെ സ്റ്റിങ് ബോംബ് അടിക്കാം കേട്ടോ. സ്റ്റിങ് ബോംബ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മൈസിനെ ഫീഡ് ചെയ്യാം. ബാടാ ഇവർക്ക് നൈറ്റിൽ നല്ല കാഴ്ചശക്തി ഇരിക്കേ. ഓ വേണ്ടേ, നല്ല ഫുഡെല്ലാം അടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഭാഗ്യം നമുക്ക് എടുക്കാം, വേണ്ടെങ്കിൽ പോട്ട്. ഓക്കെ, അപ്പോൾ സ്കങ്കിനെ കണ്ട് ഇനി നമ്മൾ ആരെ കാണാൻ വേണ്ടി പോന്നേ? ഇതാ രാത്രി ശരിയായ മൂങ്ങ. ഇതാ മോനെ നിൽക്കുന്നുണ്ടാ. ഇവനാണ് ശരിയായ നൊക്ടോണൽ എന്ന് പറഞ്ഞാൽ അതിനെ അന്വർത്ഥമാക്കുന്ന. അയ്യോ, എന്താ ഫുൾ ആക്റ്റീവ് ആണേ മുങ്ങക്കുട്ടാ. കൊടുക്കട്ടെ, ഇതെങ്ങനെ വേണമെങ്കിൽ ചാടി കളിക്കിപ്പോൾ. അതിൻ്റെ എല്ലാ വികൃതികളും കാണാൻ പറ്റിയ സമയമൊന്നും നൈറ്റ്. എന്താ ടോർച്ചിൻ്റെ വെളിച്ചം നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ റൗണ്ടായിട്ട്. അപ്പോൾ നമ്മളിതാ ഫീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടേ. എൻ്റെ മോനെ അത് താഴത്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ ഇട്ട് കൊടുക്കാം. അയ്യോ, അതാ ഇതാണ് ഗ്രേറ്റർ ഗലാഗോ ബുഷ് ബേബി കേട്ടാ. അതാ കണ്ടില്ല. ഇവരെന്നെ രാത്രി കാഴ്ച കൂടുതലാണെന്നെല്ലാം പറഞ്ഞിട്ട് രാത്രി ഒന്നും കാണുന്നില്ലല്ലടാ. നല്ല ആക്റ്റീവായിട്ട് ഉണ്ടാവും ഇതേപോലെ രാത്രി. അത് പറഞ്ഞ ശരി തന്നെ.
ബാക്കി ഇര പിടിക്കൂ കാണുമെന്നെല്ലാം പറഞ്ഞത് തെറ്റായിപ്പോയി തോന്നും. ആ കണ്ട് 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 ഇപ്പം എത്ര കാണുന്നു കണ്ടിട്ടുണ്ടേ. അതാ അയ്യവ ഒരു ഫ്രണ്ട്സായാ ഇല്ല. ഓക്കേ ഓക്കേ ക്രൂരമായ കാണിച്ചൊന്നും കാണിക്കല്ല, ഇനി കാണിക്കണ്ട. പിടിക്കുന്നതെല്ലാം കണ്ടില്ലേ. ഇനി നമുക്ക് പ്രാവലിൽ രാത്രി ഉറങ്ങുന്നുണ്ടാകണ്ട എല്ലാവരും രാത്രി പിന്നെ അതിൻ്റെതായ സെറ്റപ്പിലൊക്കെ ഉണ്ട്, എല്ലാവരും ഉറങ്ങി. പിന്നെ നമ്മുടെ കോയി ഫിഷ് രാത്രി കോയി ഫിഷിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. അത് പിന്നെ കഴിഞ്ഞ 2-3 പ്രാവശ്യം മുന്നേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നൈറ്റിൽ കോയി ഫിഷ് എന്താ ഉണ്ടാകാൻ ഇതേപോലെ ഫുഡ് എടുക്കാനൊന്നും വരുമൊന്നുമില്ല കേട്ടോ. എല്ലാവരും താഴെ തന്നെ ഉണ്ടാകാൻ കുറച്ച് പരിശ്രമിച്ചാൽ ചിലപ്പോൾ വരുമായിരിക്കും, പക്ഷെ അതിന് ശീലമില്ലാത്തതുകൊണ്ട് എല്ലാവരും ഉറങ്ങുന്ന സമയമായിരിക്കും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. താഴത്തെ ഉണ്ടാകാൻ കൂടുതൽ, ആരും മേലെ ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ ഫിൽറ്ററിലും ഫുൾ ഓണാണ്. ഇതാ കണ്ടാ എല്ലാവരും താഴത്തെ ഉണ്ടാ പോയിട്ട് റെസ്റ്റ് ഉറങ്ങുന്ന സമയമാണ് കണ്ടാ. കംപ്ലീറ്റ് ഈ ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ടോ മേലെ ഇങ്ങനെ വരുന്നത്. ഇത് മീൻ ചാടിപ്പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ രാത്രി ഇത് നെറ്റിട്ട് മൂടും കേട്ടോ, കവർ ചെയ്യും. ഇതുണ്ട അവിടെ എല്ലാം കണ്ട ഒറ്റ മീനില്ല മേലെ, എല്ലാം താഴത്ത് പോയിട്ട് നോക്കിയാൽ. ഓക്കെ ഇതാണ് കോയി ഫിഷിൻ്റെ അവസ്ഥ. അതുപോലെ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പെറ്റ് സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ഒരു പിന്നെ മനസ്സിലാക്കുന്ന രീതിയാണ് എല്ലാം ഓക്കെ ആണോ, എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണോ എന്നുള്ളത് ഈ ശബ്ദമാണ്. ഈ ശബ്ദം ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണെന്ന് അർത്ഥം. അതുപോലെ നമ്മളെ സ്കോർപ്പിയോണെല്ലാം കണ്ട ഫുൾ ആക്റ്റീവായിട്ട്, ഇവരിൽ രാത്രിയാന്ന് ഫുൾ ആക്റ്റീവായിട്ട് ഉണ്ടാകും കണ്ടാ, ഫുള്ള് വിരിച്ച് നടക്കുന്നതൊക്കെ. അല്ലെങ്കിൽ ചുരുണ്ട് കൂടി ഉറങ്ങുന്നേ കാണാം പകൽ കണ്ടാ. ഓക്കെ നമ്മുടെ ടറന്റുല നമുക്ക് നൈറ്റിൽ ഇതുവരെ വീഡിയോ എടുക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഏല് കുറവുണ്ട് കേട്ടോ. അതുപോലെ പൗട്ടേഴ്സിൻ്റെ ക്രോപ്പെല്ലാം കണ്ട എല്ലാവരും അങ്ങനെ വീർപ്പിച്ചിട്ടുണ്ടാവില്ലേ. ഇപ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ എല്ലാവരും വീർപ്പിച്ച് തുടങ്ങുന്നതാ കണ്ടാ. എല്ലാവരും നോർമലായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടായതേ, ഇപ്പം എല്ലാം വീർത്ത് വരുന്നുണ്ടാ. ഓക്കെ പ്രാവിനൊന്നും പിന്നെ എല്ലാവരും ഇവിടെ സെൻസറിലൊരു ലൈറ്റ് ഉണ്ട് കേട്ടോ, അതാണ് ഓണായത്. ഇനി നെക്ടോണൽസിൻ്റെ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നേ. നെക്ടോണലിനെ മാത്രം കാണിച്ചാൽ പോരെ, അല്ലെങ്കിൽ കുറേ ഇതിനെ കാണിക്കുമ്പോൾ ബോറാവില്ലേ. അതാരാ നെക്ടോണലൊന്നല്ല, പക്ഷെ നമ്മുടെ ഏഞ്ചലിൽ രാത്രി ഇതാരാ ഇപ്പോൾ ലൈറ്റ് എടുത്ത് നോക്കുന്നതിൽ ശരിക്കും ഉണ്ടല്ലോ. ശരിക്കും രാത്രി കണ്ട പേടിയാവും. ഇവൻ അങ്ങനെയല്ല കാണിക്കേണ്ട കേട്ടോ, ഫുൾ ലൈറ്റെല്ലാം ഓഫാക്കിയിട്ട് ഇങ്ങനെ ടപ്പെന്നിട്ട് കാണിക്കാൻ വേണ്ടി. അടിപൊളി. നമ്മുടെ ജാക്കും പൂപ്പിയോട് ഉണ്ടേ. മീനിൻ്റെ സെക്ഷൻ ഇവിടെ ടെർബോ ഇരിക്കുന്നുണ്ട്. ഇവിടെയാണ് ടെർബോൻ്റെ സ്ഥലം. ഇതുണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ സ്ഥലത്തുനിന്ന് ഓരോ ഗേറ്റാണ്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇതുപോലെ ഗേറ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ഓരോ സെക്ഷനിലാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ നായ്ക്കൾ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് ഓടിച്ചാടി കളിച്ച് കംപ്ലീറ്റ് എല്ലാവരും എല്ലാ ഏരിയയും കവർ ചെയ്യാനും കഴിയില്ല. ചിലപ്പോൾ ഒരു ഏരിയയിൽ തന്നെ കളിക്കും, മറ്റൊരു ഏരിയയിൽ പോവില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടെർബോൻ്റെ ഏരിയ ഇതാണ് കേട്ടോ. ടെർബോ നമുക്ക് ഇങ്ങോട്ട് തുറന്നു വിടാം. ടെർബോ പോയിക്കോ. അയ്യോ പോയിക്കോ, പോട്. ഓക്കെ ഡേടാ എല്ലാം നമ്മളാണല്ലോടാ, പോയിക്കോ. പോട്. ഗുഡ് ബോയ്. ഇപ്പോൾ ടാങ്കൊക്കെ ഉണ്ടോ വിടോട്ടാ. ബാക്കിൽ തന്നെ വന്നിട്ട് അയ്യോ എൻ്റെ പൊന്നു, ചില സമയത്ത് ചൊറയാക്കും. അത് പോയിക്കോണം. അത് ട്രീറ്റ് കൊടുക്കുന്ന ഇതുണ്ട്, അത് ട്രീറ്റ് കിട്ടാത്തതുകൊണ്ടാണ്. പോട്ടെ. ഓക്കെ അതുപോലെ നമ്മളെ പിന്നെ ഇവരെല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്ന നോക്കി, രാത്രി എല്ലാവരും പൊങ്ങി നിൽക്കുന്ന നോക്കി.
ഹണിമോൺ സെല്ലും ഫുൾ ആക്റ്റീവാണ്. അതിൻ്റെ അകത്ത് നിമോ ഫിഷ് ഉറങ്ങുന്നുണ്ടോ? ഇതാണ് നിമോ ഫിഷിൻ്റെ ബെഡ്. അനിമോൻ്റെ ഉള്ളിൽ, അനിമോൻ്റെ ഉള്ളിലാണ് നിമോ ഫിഷ് ഇതേപോലെ ഉറങ്ങുക കേട്ടോ. എല്ലാത്തിൻ്റെ ഉള്ളിലും ഉണ്ടാവും കണ്ട, എല്ലാത്തിലും അതേപോലെ ഉറങ്ങുന്നുണ്ട്. അവിടെയെല്ലാം കണ്ടോ അവരുടെ സിംഗിളായിട്ട്. ഇതാ ഷെവൽനസ് കാറ്റ് ഫിഷ്. അതുപോലെ പിന്നെ പാരറ്റൊക്കെ ഉറങ്ങിയേ. പാരറ്റെല്ലാം എവിടെ എല്ലാം ഉറങ്ങിയിട്ടുണ്ടാ. നമ്മുടെ ബഞ്ചാർ എടാ അപ്പിയുണ്ട്, അതിൻ്റെ അപ്പിയുണ്ട് നോക്കാം. ഓക്കെ ഇതുണ്ട്. അതുപോലെ സ്ക്വിരൽ എല്ലാം ഉറക്കാണ്. ഒരാൾ എല്ലാം വന്ന് പുറത്ത് നോക്കുന്നതാ. ബാക്കി എല്ലാവരും കൂട്ടിലുള്ളത് കേട്ടാ. ഒരാൾ മാത്രം എന്താ സംഭവം എന്നിട്ട് നോക്കാൻ വന്നതാണ്. അതാ ഒരാളും കൂടി വന്നിട്ട് അതാ. ഓക്കെ പിന്നെ രാത്രി ഒരു ആക്റ്റീവ് ആകുന്ന ആളാണ് അപ്പിയുണ്ട് ഇടല്ലോ, നമ്മുടെ ഫ്രോഗ്സ്. പിന്നെ രാവിലെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഇതിൻ്റെ അകത്ത് കയറി രാത്രിയാകുമ്പോൾ പുറത്തേക്ക് വരും കേട്ടോ. അടുത്ത സെക്ഷൻ നമ്മുടെ സ്നേക്സ് എല്ലാം രാത്രി നല്ല ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. എല്ലാവരും ഇങ്ങനെ മേലേക്കെല്ലാം കയറി, അല്ലെങ്കിൽ സാധാരണ ചുരുണ്ട് കൂടി ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതുപോലെ എല്ലാവരെയും നോക്കിയേ. ഇത് നമ്മൾ പറഞ്ഞത് വെറുതെ വേസ്റ്റ് ആയിപ്പോയി. ഇവന് എണീറ്റിട്ടുള്ളത്. ഇവനെന്താ തിന്നറിയോ? 4 എല്ലിനെ തിന്നിട്ടാണ് കിടക്കുന്നിട്ടാ. 4 നല്ല യമണ്ടൻ എല്ലിന്. അത്രയും തടിയുണ്ടായി. ഇപ്പം ജസ്റ്റ് ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാല്ലേ. ഭക്ഷണം കഴിച്ചതായത് കൊണ്ട് നമുക്ക് എടുക്കാനൊന്നും കഴിയില്ല കേട്ടാ. തടി നോക്കിയാ അല്ലേ, വലുപ്പം കണ്ട നല്ല മാറ്റം വന്നില്ലേ? ഈ സമയത്ത് ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാനുള്ള മൂടുണ്ടാവും രാത്രി. എടുക്കാൻ വിചാരിച്ചാൽ പറ്റും, പക്ഷെ എന്തിനാന്ന് സമയത്ത് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ഇത് പൂപ്പ് ചെയ്ത് കിടക്കുന്നുണ്ട് നമ്മുടെ കോൺസ്നേക്ക്. പൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫുഡിനുള്ള സമയമായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മുടെ മൈക്കിളച്ചായൻ വലുതായിപ്പോയി കേട്ടാ. നമ്മൾ എത്ര ചെറുതിനെ കൊണ്ടുവന്നതെന്ന് എല്ലാവർക്കും ഓർമ്മയില്ലേ? അതാ നമ്മുടെ കുറുപ്പ് നോക്കിയേ. ഇതുണ്ട്. ഇതേപോലെ രാത്രി എല്ലാവരും ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടോ കേട്ടോ. യുവിൻ്റെ ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് പിടിച്ചിട്ടേ ഉള്ളത് കേട്ടോ. പിന്നെ ആക്റ്റീവായിട്ടിരുന്ന ടീമാ നമ്മൾ എലിക്കുട്ടന്മാർ. എല്ലാവരും രാത്രി നല്ല ആക്റ്റീവായിരിക്കും കേട്ടോ. ഫുഡ് കഴിക്കുക, പാൽ കൊടുക്കുക, ഈ വക പരിപാടികളാണ് കംപ്ലീറ്റ് ഇറങ്ങിയിരുന്നതുണ്ടാ. ഇത്രയും കുട്ടികൾ നോക്കിയേ, മക്കൾക്കെല്ലാം പാൽ കൊടുക്കുന്നുണ്ടാ. ഇതാ ഇത്രയും മക്കൾ നോക്കിയേ. ഓക്കെ ബാൻഡഡ് മൈസ്, ഹാംസ്റ്റർ എല്ലാവരും ആക്റ്റീവാണ് കേട്ടോ. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് രാത്രി ആക്റ്റീവാണ്. എല്ലാവരും ആക്റ്റീവാണ്. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നതാണ് ഗിനി പിഗ്സ്. ഈ ഗിനി പിഗൊന്നും ശരിക്കും രാത്രിയും അതുപോലെ പകലും ആക്റ്റീവാണ്. പക്ഷേ ഇവർ ഈ സന്ധ്യ സമയത്ത് അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോഴും സൂര്യൻ ഉദിക്കുമ്പോഴും ഭയങ്കരമായി ആക്റ്റീവായിട്ട് നിൽക്കുന്ന ജീവികൾ ഏതെല്ലാമെന്നറിയില്ലേ? നമ്മുടെ റാബിറ്റ്സ്, ഗിനി പിഗ്, ഇതൊക്കെ ആ ഒരു ടൈപ്പ് ആനിമൽസാണ്. പക്ഷേ ഇവരെ നമ്മളെപ്പോൾ രാത്രി 2 മണിക്കും 1 മണിക്കും 12 മണിക്കെല്ലാം വന്ന് നോക്കുമ്പോഴും ഉണ്ടാവും നല്ല ആക്റ്റീവായിട്ട്. അപ്പോൾ എനിക്കത് സാധാരണ നൊക്ടോണൽ ആനിമൽസിനെ പോലെ തന്നെയാണ് ഇവരുടെ പെരുമാറ്റമൊക്കെ. രാത്രി നല്ല ആക്റ്റീവാണ്. ഇതാണ് കണ്ട എത്ര സമയം കഴിഞ്ഞാൽ ഇതേപോലെ ആക്റ്റീവായിട്ടുണ്ട്. പകലാണ് പക്ഷേ പിന്നെയും കുറച്ചും കൂടി ഉറങ്ങുന്നതായിട്ട് ഫീൽ ചെയ്തത്. ഓക്കെ അത് നമ്മൾ അങ്കോറ കണ്ട എല്ലാ മുയലും കണ്ട നല്ല ആക്റ്റീവായിട്ട് ഇറങ്ങുന്നുണ്ടാവും. മറ്റേ നമ്മുടെ ടർബോഡ് ഉണ്ടാവും, ടർബോനിലൂടെ കളിക്കുന്നുണ്ടാവും എല്ലാ മുയലും. ഇനി അടുത്ത കാണാൻ വേണ്ടി പോകുന്നതാണ്, അയ്യോ ഇത് മുയൽ തന്നെ. അടുത്ത കാണാൻ വേണ്ടി പോകുന്നതാണ് നമ്മളെ ശരിയായ നൊക്ടോണൽ. ഇതല്ല ഇതാ മോനെ ഫുൾ ടൈം ആക്റ്റീവ്. ഇവർ രാവിലെ എല്ലാവരും ഉറങ്ങുന്നതന്നെ കാണുന്നുണ്ടായിരുന്നു ഇവരെ. അല്ല ഞാൻ ജസ്റ്റ് തുറന്ന് കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ ഫെററ്റുണ്ട്. ഫെററ്റിന് പിന്നെ പകൽ രാത്രി ഒന്നുമില്ല, ഏകദേശം എല്ലാ സമയത്തും ഉറക്കന്നെ. ആകെ 4 മണിക്കൂറാണ് ആക്റ്റീവായിട്ടുണ്ടാവുള്ളൂ. ഇവർക്ക് ലൈറ്റ് അടിക്കുമ്പോൾ അസ്വസ്ഥത ആകുന്നുണ്ടാ? ലൈറ്റ് അടിക്കുമ്പോൾ കണ്ടാ സ്ട്രെസ് കൊടുക്കണ്ട, കുറച്ച് ചെറുങ്ങനെ കാണിക്കാം. ഈ സമയത്ത് ചിലപ്പോൾ കടിക്കുമോ എന്നറിയില്ല. പകൽ അങ്ങനത്തെ സ്വഭാവമൊന്നും ഇല്ലാത്തത്.
പേടിയുണ്ടല്ലോ അല്ലേ? വാടാ വാടാ. അയ്യോ അയ്യോ കണ്ടാ, പേടി ഭയങ്കര കണ്ടാ. പകലൊരു പ്രശ്നമില്ലാത്ത വലിയ പിന്നെ പ്രശ്നമൊന്നുമില്ല. ഏതാ രസമല്ലേ? ഞാൻ പറ്റില്ല, നെക്ടോണൽ ആനിമൽസിനൊക്കെ നമ്മൾ നൈറ്റ്ലി ഫീഡ് കൊടുക്കും. കണ്ടാ, ഇവർക്ക് പിന്നെ വെള്ളമൊന്നും ആവശ്യമില്ല. ഇവർക്ക് ഭക്ഷണത്തിന് പറഞ്ഞാൽ ഇലകളിൽ നിന്നും കിട്ടുന്ന ചെറിയ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മാത്രം മതി അവർക്ക്. കുടിവെള്ളം ആവശ്യമില്ല. അതുപോലെ നല്ല ഉറക്കേണ്ടത് പ്രേരി ഡോഗ് വന്നു കഴിഞ്ഞാൽ നല്ല ആസ്വദിച്ച് ഉറങ്ങുന്നതാണ് പകൽ. രാത്രിയും പകലിലും കുറേ സമയം ഉറങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ ശബ്ദമെല്ലാം കേട്ടിട്ട് എണീറ്റാന്ന് തോന്നുന്നേ. അയ്യോടാ. ഇനി അങ്ങോട്ടേക്കുള്ളത് ഇവിടെ ആ മാമെല്ലാം ഉറങ്ങിയത്. നമ്മുടെ ഡേഗക്കോൻ്റെ വാല് വന്ന് ഇത്രത്തോളായേ. ഒരിക്കൽ വാല് പൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇവൻ്റെ സൈസ് കണ്ടോ, നല്ല തടിച്ച് കൂട്ടപ്പനായിണ്ടാ. ഇവനാക്കിയോ പല്ലി, തവള ഇവരുള്ള നൈറ്റിൽ ആക്റ്റീവാണ്. പിന്നെ നമ്മുടെ മെക്കാവനെ കാണണേ, മെക്കാവനെ ജസ്റ്റ് കാണിച്ചു തരാൻ നോക്കിയാൽ. ഓ, രണ്ടാളും നല്ല കെട്ടിപ്പിടിച്ചിട്ട് കണ്ടേ, ചിറക് അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ടിട്ടൊക്കെ. ഓ, സാധാരണ കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങാന്ന് പറയുന്നത് കറക്റ്റ് അന്വർത്ഥമാക്കിയിട്ടുണ്ട്. അടുത്ത ആളെ അതേപോലെ നോക്കാം. എല്ലാവരും രണ്ടാളും അത്ര കെട്ടിപ്പിടിച്ചില്ല, പക്ഷെ എന്നാലും അടുത്തടുത്ത് തന്നെ ഉണ്ട്. കുറേ കൂറകളൊക്കെ ഉണ്ടാ. ഇതാ കൂറകൾ. ഇതിനെല്ലാം നമ്മൾ കൈ കിട്ടിയെങ്കിൽ ഓരോ ജീവികൾക്ക് കൊടുക്കരുത്. കുറേ കമൻറ്റ് വരും. അതിന് പിന്നെ പൊത്തിൻ്റെ ഉള്ളിലാണ്, പുറത്തുണ്ടാവില്ല. ഒരാൾ ഉള്ളിൽ ഒരാൾ പുറത്താണ് ഉണ്ടാവില്ല പൊതുവെ. എടാ എന്താ എലിയ? അല്ല, ഇത് നമ്മളെ മങ്കീസ് അല്ലേ? ഞാൻ പെട്ടെന്ന് കോക്കറ്റിൻ്റെ കൂടെന്ന് വിചാരിച്ചേ. ഒരു പൊത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായാലും ഞാൻ പെട്ടെന്ന് വിചാരിച്ച അതെന്തൊരു ജീവി. ഓ, ഞെട്ടിപ്പോയല്ല. ഇതാ ഇവിടെ നിന്ന് കൊക്കറ്റ് ഉണ്ടായാൽ. കൊക്കറ്റ് ഒരാൾ ബോക്സിൻ്റെ അകത്തും ഒരാൾ ബോക്സിൻ്റെ പുറത്തും അതേപോലെ തന്നെ ഉണ്ടണ്ട. ഒരാളുള്ളിൽ ഒരാൾ പുറത്തും തന്നെ നിൽക്കുന്നു. എന്തല്ലോ സൂമാക്കല്ലേ. എലി എവിടെ നിന്ന് കാണിച്ചതാ? എലിനെ നമ്മളെങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാലും ഉണ്ടല്ലോ, കുറച്ച് എലി എന്തായാലും ഉണ്ടാവും. അതുപോലെ ഇതാ നമ്മുടെ ടൗക്കൻ ഉറങ്ങുന്ന നോക്കിയേ. തലയിൽ ഉള്ളിൽ കൊണ്ടുപോയി. ഓക്കെ, കൊക്ക് പുറത്ത് കാണാനില്ല, ചിറകിൻ്റെ ഉള്ളിലുള്ളു അല്ല ഫുള്ള്. ഇതേപോലെയാണ് ടൗക്കൻ ഉറങ്ങുന്നത്. അതുപോലെ നമ്മളെ ഡക്സിനൊക്കെ ഉണ്ടോ, കോൾ ഡക്സ്. അവർക്ക് പിന്നെ എന്നാ ലേറ്റ് കണ്ട അപ്പം തന്നെ തിന്നാനുള്ള പരിപാടിയാണ്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഷുഗർ ഗ്ലൈഡർ. അത് ശരിയായ നൊക്ടോണൽസാണ്. ഷുഗർ ഗ്ലൈഡറിൻ്റെ കുറച്ച് ആൾക്കാർ രണ്ട് കൂട്ടിലായിട്ടുണ്ട്. ഇതാ എന്താ, ഇതൊന്ന് ലൂസിയും ഒന്ന് നോർമലും ആണ് കേട്ടാ. ഇത് പണ്ടേ ഇല്ല നമ്മളെ കളറ്. ഇതെല്ലാം അത്യാവശ്യം വയസ്സായിട്ടാ. ഓക്കെ, അടുത്തത് ഇത് രണ്ടാളും അങ്ങനെ പേരട്ടാ, രണ്ട് കളർ. പിന്നെ നമ്മുടെ മീനുകളെല്ലാം കണ്ടായി, ഇതിൽ കുറേ നാളെ കണ്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാം ആദ്യം എപ്പോൾ നോക്കുമ്പോൾ ഇവർക്ക് ഡാമേജുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഡാമേജ് ഒന്നുമില്ല, എല്ലാവരും സെറ്റിലായി, ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏതാ നമ്മുടെ റാറ്റുകളുണ്ട്, നമ്മുടെ സാവന്ന മോണിറ്റർ വലുതാകുന്നുണ്ട്, അത്യാവശ്യം വലുതായി. പകൽ കാണിക്കാം, ഇപ്പോൾ എടുക്കേണ്ട ഓർക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ലൂസീൻ്റെ ഫുൾ ടീം നോക്കി ഈ കൂറിനെ പിടിച്ച് കൊണ്ടിട്ട് കൊടുത്താലോ. കിട്ടിയിട്ടുണ്ട്. പിടിച്ചേ. നമ്മളിതാ പ്രശ്നം എല്ലാത്തിനും ഇങ്ങനെ. അയ്യോ, അത് പോയി, പോട്ട് പോ. ഇതിനകത്തും ഉണ്ട് കേട്ടോ അവർ മറ്റേ കളർ ഇങ്ങനെ പറയുന്നത്. അയ്യോടാ, പിടിച്ചോ.
ആ പിടിക്കട്ടെ, തുറന്ന് പിടിക്കട്ടെ. തിന്നടാ. ഇല്ല എന്താ ലൂസി, ഇതല്ല നമ്മളെ ബേബിയാണ് കേട്ടാ. എന്താ ആക്റ്റീവ് നോക്കിയ രാത്രി. പോയിക്കോ, പോട് പോടാ പോട്. ഓക്കേ, ഇതിൻ്റെ കുട്ടീൻ്റെ കേട്ടോ, അവിടെ കുട്ടിയുണ്ടേ. ഇതെല്ലാം പിന്നെ ഇവരുടെ കുട്ടീനെ ശരിക്കും എന്താ പറയുന്നറിയാമോ? ജോയ് എന്നല്ലേ പറയല്ലേ? ജോയ് അല്ലേ? ജോയ് എന്നല്ലേ പറയല്ലേ എൻ്റെ കുട്ടീനെ? ആ ഓക്കെ. അതുപോലെ കങ്കാരുവിൻ്റെ കുട്ടീനെ ജോയ് എന്ന് പറയും. ജോയിൻ എന്തെന്ന് എൻ്റെ ഓർമ്മ, അത് നല്ല നമ്മളെ എക്സ്പേർട്സ് കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ. അതുപോലെ ഹെഡ് ജോഗിൽ രാത്രി ആക്റ്റീവ് വന്നിട്ടാ. ആ 2 കുട്ടിയും വലുതായി, അമ്മൻ്റെ അത്ര തന്നെ ആയി. ഓക്കെ, വാ ഇനിപ്പുറത്തേക്ക് കിടക്കാം. ആ നമ്മളെ സ്നൈലിനൊക്കെ ഉണ്ടോ? സ്നൈൽ അത്യാവശ്യം വലുതായി. എന്നാ ഇതാരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. പുറത്ത് പോയി പിന്നെ പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കുമെന്നൊന്നും വിചാരിക്കേണ്ട, എല്ലാം സേഫാണ്. ഇവിടെ എല്ലാം അപ്പിയുണ്ടേ, നോക്കണേ. അതാ എലി 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 എൻ്റെ പൊന്നു, കുറേ എണ്ണം ഉണ്ടല്ലോടാ. ഇതെല്ലാം നമ്മുടെ അതാ മങ്കി നോക്കിയാൽ നമ്മൾ ടാർസം വന്നിട്ട് നോക്കുന്നുണ്ടേ. എന്താ സംഭവം? രാത്രി ലൈറ്റെല്ലാം കാണുന്നു. നേരെ ഒന്നും എടുത്തിട്ട് അട്ടൻ നിന്നോ, വെറുതെ പുറത്തിറങ്ങിയിട്ട് പിന്നെ കൈ കുരങ്ങ് കടിക്കണ്ട. അതുപോലെ നമ്മുടെ മർമ്മ സെറ്റുകളെ കൂട്ടിൽ ഇതണ്ട, ആരെയും കാണില്ല, എലി ഉണ്ടാവുമായിരിക്കും. എല്ലാവരും പൊത്തിൻ്റെ അകത്ത് ഉണ്ടാവുക രാത്രി, ഒരാളും പുറത്തുണ്ടാവില്ല. എന്താ ഓക്കെ. ഇത് നമ്മൾ ഒരു ഏരിയ മാത്രമേ കാണിച്ചില്ല. ഇപ്പോൾ എത്ര മിനിറ്റായി വീഡിയോ? കുറേ ലോങ് ആയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. ആ പിന്നെ എല്ലാ ആഴ്ചയും നമ്മളോട് പറയുന്നൊരു കമൻറ്റാണ്, വീഡിയോ ലെങ്ത്ത് കൂട്ടണം, വീഡിയോ വലുതാക്കണം എന്നില്ല. വീഡിയോ അങ്ങനെ നമ്മൾ കണക്കാക്കുന്നൊന്നല്ല കേട്ടോ. പിന്നെ വലിയ വീഡിയോയ്ക്ക് എന്തായാലും ബോറടിക്കും. ഞാൻ മെല്ലനെ സംസാരിക്കുന്നു തോന്നുന്നല്ലേ. ഈ രാത്രിയാകുമ്പോൾ മൃഗങ്ങൾക്ക് ഇടങ്ങാറാണ്ട് അതെല്ലാം വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തൊള്ള പറഞ്ഞിട്ട് സംസാരിക്കല്ലേ. അപ്പോൾ സമയം നമ്മൾ പിന്നെ കുറച്ചിട്ടിടുന്നതല്ല. ഒന്നെന്ന് പറയുന്നത് ആ കാണിക്കുന്ന ഈ കണക്കായിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ്. ചില വീഡിയോ 30 മിനിറ്റിൻ്റെ ഒക്കെ ഉണ്ടാവാറില്ലേ, അതങ്ങനെ കാണിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ആ വീഡിയോ ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ ഉണ്ടാകുന്ന വീഡിയോ ആയിരിക്കും. അങ്ങനെയാണ് കട്ട് ചെയ്ത് 30 മിനിറ്റിലേക്കെല്ലാം ആകുന്നത്. ചിലത് ഈ പറഞ്ഞ പോലെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത്ത് തോന്നുമ്പോൾ ലെങ്ത്ത് ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഒരു 20 മിനിറ്റിൻ്റെ എല്ലാം അപ്പുറമാകുമ്പോൾ ബോറാവൂലേ? അതല്ല എൻ്റെ ഒരു രീതി. ഓക്കെ. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു യാതൊരു ഐഡിയയും ഇല്ല. നിങ്ങളെ കമൻസ് പോലെ ഇരിക്കും നമ്മുടെ അടുത്ത് ഇനി ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത്. ഇനി ഇങ്ങനത്തെ വീഡിയോ ചെയ്യണ്ടെങ്കിൽ ചെയ്യേണ്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്തു. എന്നാൽ ഇത് എത്രത്തോളം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ തോന്നിയില്ല. ഇങ്ങനെ എടുത്ത് വന്നു, എന്നാൽ നൈറ്റിലൊരു വീഡിയോ എടുക്കണം എന്നുള്ള രീതിയിൽ എടുത്തതാണ്. പക്ഷേ ഇതെങ്ങനെയെന്ന് നമ്മൾ കാണിക്കുന്നതെന്നൊരു ഐഡിയയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ വീഡിയോ എടുക്കണം. എന്നാൽ നമ്മളിപ്പോൾ ഒരു സെക്ഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി 3 സെക്ഷൻ നമുക്ക് കാണിക്കാനുണ്ട്. അപ്പോൾ നൈറ്റിൽ വേണ്ട, ഒരു അത്യാവശ്യം രസമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പകലിനെ മതി എന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ അഥവാ ഇത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ നൈറ്റ് വീഡിയോ അപ്പുറത്തെ സൈഡൊക്കെ ചെയ്തോന്നുണ്ടെങ്കിൽ കമൻറ്റിൻ്റെ എന്താ പറയുക, പിന്നെ വേണം വേണ്ടാന്നുള്ളതിൻ്റെ പിന്നെ എണ്ണം അനുസരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നോക്കാം, അടുത്ത വീഡിയോയുടെ അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ. ഇതാ നമ്മളെ കൂടെ 2 ആൾക്കാരുണ്ട് കേട്ടോ. അതാ നമ്മുടെ കൈലാസും ഹരിയുണ്ട് അപ്പുറത്തല്ലേ, ഹരിയുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ക്യാമറാമാൻ മിസർ. കാണുമെന്നറിയില്ല, ഒന്ന് കാണുന്നുണ്ട്. ഓക്കെ.